ഇന്ന് ഞാൻ ഉള്ളിത്തണ്ട് കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഉള്ളിത്തണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഒരു ചട്ടിക്കകത്തോട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? ഇനി നമുക്ക് ഉള്ളിത്തണ്ടിന് വേണ്ട തോരന് വേണ്ടി അരപ്പെടുക്കാം. തേങ്ങ ഇതുപോലെ ചിരണ്ടി എടുക്കുക. അതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കാന്താരി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തിടുക. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ അരയ്ക്കും. ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അടുപ്പോട്ട് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരമായിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ആ കൂടെ തന്നെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സബോള അരിഞ്ഞത് വേണം. അത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ ആ പച്ചമണം കുറച്ച് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ അത് ആവിക്കകത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി അതിൻ്റെ എല്ലായിടത്തും ആ അരപ്പൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമ്മൾ ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേശ്ശെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.